ബാക്ക് പാക്ക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളായല്ലേ, കുറച്ച് വർക്കിൻ്റെ തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത്. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, എല്ലാ വീടുകളിലും കുറേ കുട്ടികളും കസിൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പലഹാരങ്ങളാണ് ഇത്തവണത്തെ ഓണരുചികളിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓണരുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. പഴയ പോലെ സ്നേഹവും സപ്പോർട്ടും ഇപ്പോഴും വേണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ഹലോ, വീണ്ടും ഒരു ആവണി മാസം വരവായി. നമ്മളെല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഈ വർഷവും നമുക്ക് കുറച്ച് വിഭവങ്ങൾ കുട്ടികൾക്കും മറ്റുമായിട്ട് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വിഭവം നമ്മൾക്ക് വിഘ്നേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് വിഘ്നേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട മോദക് ഉണ്ടാക്കി നോക്കാം. ശരി, നമുക്ക് തുടങ്ങാം. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ഇത് അരിപ്പൊടി, തേങ്ങ ചിരകിയത്, ശർക്കര ചിരകിയത്, അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത്, ബദാം ചെറുതായി നുറുക്കിയത്, ഏലക്കാപ്പൊടി, പാല്, വെള്ളം, ഖസ്ഖസ്, നെയ്യ്. നമുക്ക് തുടങ്ങാം. ഇത് ഒരു കപ്പ് വെള്ളം നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. ഈ വെള്ളം ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ആ 1/2 ഗ്ലാസ് പാലും കൂടി ഇതിലേക്ക് ചേർക്കാം. പാല് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്ക് അരിപ്പൊടി ചേർത്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് അരിപ്പൊടി പതിയെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഖസ്ഖസ്, ഖസ്ഖസ് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇതിലേക്ക് ബദാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. തേങ്ങ ചിരകിയത്, ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങി നമുക്ക് ശർക്കര ചേർക്കാം. ഈ ശർക്കരയിൽ നിന്നുള്ള ആ ചെറിയൊരു വെള്ളത്തിൻ്റെ മയം ഇതിലേക്ക് ഇറങ്ങും. ഇതിലേക്ക് നമുക്ക് ഏലക്കായ് പൊടിച്ചത് ചേർക്കാം. വാസന അല്ല, പിന്നെ നല്ല വാസന. വിഘ്നേശ്വരന് കൊടുത്തിട്ടേ തരുള്ളൂ. മതി. അത് നമ്മളെ ഒരുപാട് നമ്മുടെ രാജ്യത്തെ അറിയാൻ യാത്രകൾ നടത്തണമല്ലേ.
അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റേറ്റുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഓരോ സ്റ്റേറ്റിലും തനതായ ഭക്ഷണങ്ങളുണ്ടാവും. അപ്പം നമ്മൾക്ക് ഇടയ്ക്ക് നമ്മളുടെ അത്തരം വിഭവങ്ങൾ ഇങ്ങനെ നമുക്ക് വീട്ടിലും പരീക്ഷിക്കാമല്ലോ. ഇത് മഹാരാഷ്ട്രയുടെ ഒരു മെയിൻ വിഭവമാണ് ഗണപതി ബപ്പ, ഇഷ്ടഭക്ഷണം. അപ്പം നമുക്ക് ഇത്തവണ തുടക്കം അതിൽ നിന്ന് തന്നെ ആവട്ടെ. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ നേരത്തെ അടച്ചു വച്ചിരിക്കുന്ന ഈ മാവ് റെഡിയാക്കാം. ഇനി നമുക്ക് ഈ മാവ് അല്പം നെയ്യ് കയ്യിൽ ചേർത്തിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ അരിമാവിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടി വരും. നല്ലോണം കുഴക്കലാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. കുഴക്കണത് നമുക്ക് രമേടയിലേക്ക് കൊടുക്കാം. നല്ല ശക്തിയിൽ കുഴക്കട്ടെ. അങ്ങനെ നല്ലോണം ഇങ്ങനെ ഇടിച്ചു കഴിയും. ശക്തിമാൻ ഇങ്ങനെ ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കട്ടോരിയുടെ സ്റ്റൈലിൽ ആക്കിയെടുക്കാം ഫില്ലിങ് നിറയ്ക്കാനായിട്ട്. ഇതിൻ്റെ ഈ പോർഷനാണ് ഇതിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട്, ആൾക്കാർക്ക് പറ്റാത്തത്. ഇനി നമുക്കിത് അറ്റം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ് നിറയ്ക്കാം. കുറച്ച് മതി. ഏകദേശം നമ്മളുടെ മോദകിൻ്റെ ഒരു ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഓരോ കുങ്കുമപ്പൂവിൻ്റെ ഒരു ചെറിയ കളറ് കിട്ടും നമുക്ക് പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ. അപ്പോൾ പാലിൽ മുക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കാം. ഇതൊരു വേണമെന്ന് നിർബന്ധമുള്ള പരിപാടിയൊന്നുമല്ല, വെറുതെ ഒരു ഭംഗിക്ക് അത്രേ ഉള്ളൂ. ആരോഗ്യത്തിന് ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവിയിൽ നമുക്കിത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്താണ്. നമ്മളുടെ മോദക് ഏകദേശം ഒരു രൂപമൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഗണപതിക്ക് വയ്ക്കാം. പുതിയൊരു വിഭവമായി അടുത്ത എപ്പിസോഡിൽ കാണാം.